சிரிப்பு. ഞാൻ ഈ മാമ്പഴക്കറിക്ക് വേണ്ടി ഒരു 3 പഴുത്ത മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെ ധാരാളമാണ്. ഇപ്പോൾ സാധാരണ വീടുള്ളവർക്കൊക്കെ ഇപ്പോൾ 2-3-4 പേരൊക്കെ ഉള്ളവർക്ക് വീട്ടിലൊക്കെ ഇത്രയൊക്കെ തന്നെ ധാരാളമാകും. അപ്പോൾ ഇത്ര എടുത്തില്ല നമുക്ക് കിട്ടുന്ന കണക്കെടുക്കുക. അപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലി സാധാരണ പഴുത്ത മാങ്ങക്കറിക്ക് നല്ല ഈ മാമ്പഴക്കറിയൊക്കെ ചെയ്യുന്നത് തൊലി കളയത്തില്ല. ഈ തൊലി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് ക്രീസ് ചെയ്തിട്ട് മാങ്ങാണ്ടി ഉൾപ്പെടെ എടുത്ത് നമ്മൾ ഇടുക ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഇപ്പോൾ തൊലി എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ അറിയാതെ നമ്മളിപ്പോൾ ചത്തു പോകുന്നത് പുറത്തുനിന്ന് വാങ്ങിച്ച് വാങ്ങിയത്. അതുകൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ എന്തൊക്കെ വിഷം അടിച്ചേക്കണമെന്ന് നമുക്ക് ഒരു പിടുത്തവും ഇല്ല. അപ്പോൾ തൊലി കളഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ചെയ്യാം. നമുക്ക് തൊലിയോട് ഇപ്പോൾ കഴിക്കാനുള്ള യോഗമില്ല. എന്നെ നമ്മളിവിടെ കിട്ടണതൊക്കെ മാങ്ങയൊക്കെ മുഴുവൻ പുഴുവാണ്. അതുകൊണ്ട് അതെടുത്തൊന്നും മാമ്പഴക്കറിയൊക്കെ ഇതൊക്കെ നല്ല മധുരമുള്ള മാങ്ങയാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇതിൻ്റെ തൊലി അങ്ങ് ചെത്തിക്കളയാതെ ക്ലീൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ മാങ്ങയുടെ എല്ലാം ഞാൻ തൊലിയെല്ലാം വൃത്തിയായിട്ട് കളഞ്ഞു വെച്ചിരിക്കണം. ഇനിയിപ്പോൾ ഇത് നമുക്ക് പീസ് ചെയ്തിട്ട് പാത്രത്തിലോട്ട് മാറ്റണം. മാമ്പഴക്കറിക്ക് വേണ്ടി ഇപ്പോൾ ഉപയോഗിക്കുമ്പോൾ ചട്ടിയാണ്, നല്ലൊരു മൺചട്ടിയുണ്ട്. ഇതിനകത്തോട്ടേക്ക് നമുക്കിത് പീസ് ചെയ്തിടാം. ഇപ്പം ഇവിടുത്തെയൊക്കെ മാങ്ങ എന്നുണ്ടെങ്കിൽ തുറന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്തുനിന്ന് മൊത്തം പല ആൾക്കാരും പുറത്തേടി ഇറങ്ങി ഓടിയതിന്. പിന്നെ മഴക്കാലം ഏതാണ്ട് പുഴു ഭയങ്കര മാങ്ങയ്ക്കൊക്കെ. അല്ലെങ്കിൽ നല്ല മധുരമുള്ള മാങ്ങയ്ക്ക് നമുക്കിവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, യോഗമില്ല. ഇപ്പം പീസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ കൊണ്ട് ഇതെല്ലാം ഒന്ന് ഞെരടി നന്നായിട്ടൊന്ന് ഉടയ്ക്കണം. ഇങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ മാങ്ങ വെന്ത് കഴിയുമ്പോഴത്തെ കുടയ്ക്കാൻ ഇച്ചിരി പാടാണ്. അതിനേക്കാൾ നല്ലത് ഇപ്പോഴേ അങ്ങ് നന്നായിട്ട് അങ്ങ് ഞെരടി ഉടച്ച് കിട്ടാറുണ്ടല്ലോ, നമുക്ക് പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പം ഇതെല്ലാം നന്നായിട്ട് ഞെരടി ഉടച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ടേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക ഇത് വേവിക്കാനുള്ള. ഇത്രയും വെള്ളമൊക്കെ തന്നെ മതി. ആവശ്യത്തിനുള്ള ഉപ്പാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു കുറച്ച് ചേർത്ത് കൊടുക്കാം. അത് കഴിയുമ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിൽ നമുക്കില്ലേ തേങ്ങാരപ്പൊക്കെ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് ഉപ്പ് ഒന്നുകൂടെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആഡ് ചെയ്തുകൊണ്ടാൽ മതി. ഒത്തിരി ആണെന്നുണ്ടെങ്കിൽ പിന്നെ കുറയ്ക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒന്നല്ലെന്നുണ്ടെങ്കിൽ അരയായാലും മതി. എന്താണെന്ന് വെച്ചാൽ മാങ്ങയ്ക്ക് തന്നെ ഇപ്പോൾ നമ്മുടെ മാങ്ങയ്ക്ക് ഒരു തരം ചെറിയ മഞ്ഞ കളർ ഉണ്ടല്ലോ, അപ്പോൾ കളർ കണക്കാക്കിയാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുക. ഇതൊരു 2 പച്ചമുളകുണ്ട്. ഇത് ഞാൻ കണ്ടിച്ചിടുകയാണ്, കീറിയിട്ടാൽ മതി. നമ്മൾ എരിവിന് മുളക് പൊടി ചേർത്തിട്ടുണ്ട്, പിന്നെ തേങ്ങ അരപ്പിന് മുളക് വേറെ ചേർക്കും. അപ്പോൾ ഇതിന് മാങ്ങയ്ക്കെന്ന് വെച്ച് എന്തെന്ന് വെച്ചാൽ ചേർത്തതിന് കാര്യം ഇതിന് ഭയങ്കര മധുരമാണ്. അപ്പോൾ ആ മധുരത്തിന് ഒന്ന് എരിവ് ഒന്നൊരു കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മാങ്ങയുടെ മധുരം കൂടുതൽ ഇഷ്ടമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്തായാലും അവസാനം കുറച്ച് പഞ്ചസാരയൊക്കെ ചേർക്കട്ടെ നമുക്ക്, എന്നാലും ഇരിക്കട്ടെ. ഇനി ഇതിപ്പോൾ നന്നായിട്ട് ഇതങ്ങ് വേവിച്ചെടുക്കാം. മാങ്ങയൊക്കെ വെന്ത് വരാനായിട്ട് അധികം സമയം വേണ്ട കേട്ടോ. മാക്സിമം ആണെന്നുണ്ടെങ്കിൽ 5 മുതൽ 8 മിനിറ്റൊക്കെ മതി. ഒരു പാത്രം കൊണ്ട് ഇതങ്ങ് നന്നായിട്ട് അങ്ങ് കവർ ചെയ്യുക, അങ്ങ് അടച്ച് വെക്കുക, എന്നിട്ട് വേവിക്കാം. മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വരട്ടെ. നമുക്കപ്പോഴത്തെ കാണാൻ നേരത്തില്ലേ തേങ്ങാരപ്പ് അരച്ചെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഇതിനകത്ത് ഈ ജാറിനകത്താണ് കാണുന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് ഒരു അരമുറി തേങ്ങയോളം ഉണ്ട്. നന്നായിട്ട് തേങ്ങ ചിരണ്ടി എടുത്തതാണ്. ഇതിനകത്തോട്ടേ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. അതുകൂടാതെ ഒരു നുള്ളി ജീരകം, ഒത്തിരി ആകരുത്, കുറച്ച് മതി ജീരകം. ഇത്രയൊക്കെ തന്നെ ധാരാളം. നന്നായിട്ട് പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കണം. ഇത് കണ്ടില്ലേ, ഇപ്പം നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ടേക്ക് ഒരു 2-3 പച്ചമുളക് ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുന്ന മുകളിൽ നമ്മൾ ഇപ്പോൾ മിക്സി വെച്ച് അരയ്ക്കുന്നതിന് വരെ വൈപ്പ് ചെയ്താൽ മതി. ഇത് പച്ചമുളക് കാരണവശാൽ അരഞ്ഞു പോകരുത്. ജസ്റ്റ് അതൊന്ന് ചെറുതായിട്ട് നമ്മളിപ്പോൾ കല്ല് വെച്ച് ചതച്ചെടുക്കുന്ന കണക്ക് അങ്ങനെ ചതച്ചെടുക്കുക. ലാസ്റ്റ് ചെയ്യാവുള്ളത് മാങ്ങ ഞാനകത്ത് വേവിക്കാൻ വെച്ചത് ഇപ്പോൾ വെന്ത് കാണും.
നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനകത്തോട്ടേക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ച് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ല കണ്ടില്ലേ, മാങ്ങയൊക്കെ ഒരു പൾപ്പ് പോലെ ആയത് കണ്ടോ. ഇതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് മാങ്ങ നന്നായിട്ട് കൈ കൊണ്ട് ഞെരടി ഇടാനായിട്ട്. നമ്മൾ പച്ചമുളക് ഇപ്പം അല്ലാതെ ഇപ്പോൾ ഇടുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നന്നായിട്ട് ഇതിനകത്ത് കിടന്ന് അടിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പം ഇതിനൊരു പച്ചമുളകിൻ്റെ ആ ഒരു ചൊവയും അതുകൊണ്ട് അത് അങ്ങനെയല്ല, നമ്മൾ ചതച്ച് കിടക്കുമ്പോൾ ഒന്ന് വെന്ത് വരും ചെറുതായിട്ട് കിടന്ന്. ഞാനിപ്പോൾ അതിനായിട്ടൊക്കെ ഒരു ചെറിയ ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ച് ചൂടാക്കി നന്നായിട്ട് ഇപ്പോൾ ചൂടായിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം താളിക്കാനുള്ള. ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഇനി ആണെന്നുണ്ടെന്നുണ്ട് 1 ടീസ്പൂൺ ആണെന്നുണ്ട് ഉലുവ. ഒന്നും തന്നെ കരിഞ്ഞു പോകരുത്. ഉലുവ പൊട്ടിയിട്ടുണ്ട്. വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകൊക്കെ മൂത്തിട്ടുണ്ട്. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നമ്മൾ കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇത് കറിവേപ്പിലയുടെ തണ്ട് കുടഞ്ഞ് ഇടുവാണേ. തണ്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ കറിക്കൊക്കെ ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ്. കറിവേപ്പില ഇട്ടത് കുറഞ്ഞു, എനിക്കൊരു തൃപ്തി വരുന്നില്ല, കുറച്ചുകൂടെ ഇടാം. ഇനി ഇത് നമ്മുടെ വെന്തിരിക്കുന്ന മാമ്പഴ ചാറിലോട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ടേക്ക് നമ്മൾ താളിച്ച് വെച്ചിരിക്കുന്ന കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും എല്ലാം കൂടെ ഉള്ളത്. ഞാനപ്പോൾ ഇതുവരെയായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയില്ലായിരുന്നേ. ഇപ്പോൾ അല്പം ടേസ്റ്റ് നോക്കാൻ പോവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞില്ലായിരുന്നു ഉപ്പ് ചേർത്തതൊക്കെ മതിയോ ഇനി കുറച്ചുകൂടെ ഒക്കെ വേണോ എന്നൊക്കെ അറിയാനായിട്ട് ഒന്ന് ടേസ്റ്റ് ഒന്ന് നോക്കാൻ പോവാം. അപ്പോൾ ഇതിന് ഉപ്പൊക്കെ ഉണ്ട്. നമ്മുടെ ഈ മാമ്പഴക്കറി ആയത് കാരണം ഇതിന് കുറച്ച് എപ്പോഴും മധുരമായിരിക്കും എപ്പോഴും കൂടുതൽ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു മധുരം കീപ്പ് ചെയ്ത് തന്നെ വേണം കഴിക്കാനായിട്ട്. മധുരം ഇഷ്ടമില്ലാത്തവർക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ചെറിയ പണി കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രീസ് കിച്ചൻ വേൾഡ് മാമ്പഴപ്പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ആണ്. ഇപ്പോൾ നമ്മളിതിനകത്ത് കാണിക്കുന്ന ചെറിയ തരികട ഇപ്പോൾ കണ്ടോണം. നമുക്കിത് കുറച്ചെടുത്ത് ഇതിനകത്തോട്ട് ഒഴിക്കാം. ഈ മധുരമുള്ള ഇത് കഴിക്കാത്ത ടീമിനെ കൊണ്ട് നമുക്ക് തീറ്റിക്കാനായിട്ട് വേറൊരു വഴിയുണ്ട്. കുറച്ച് ഇതിനകത്തോട്ട് ഇത് കണക്കൊക്കെ ഇങ്ങനെയോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം മാമ്പഴ പുളിശ്ശേരി, ഇതിപ്പോൾ നമ്മൾ മാമ്പഴ കറി, ഇത് മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ പുളിശ്ശേരിയായിട്ട് മാറ്റാനായിട്ട് ഇതിനകത്തോട്ടേക്ക് ഒരല്പം ഇതിൻ്റെ പരുവത്തിന് എടുത്തേക്കുന്ന പരുവത്തിന് അല്പം ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ ഒരു നുള്ളേ ചേർക്കുന്നുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ ഇത് കഴിച്ചിട്ട് കഴിക്കാൻ പറ്റില്ല. എന്നിട്ട് ഇതിനകത്തോട്ടേക്ക് നമ്മൾ ചേർക്കേണ്ട സാധനമാണ് തൈര്. നല്ല പുളിച്ച മോര് ചേർക്കണം. ഇതിൻ്റെ കണക്കിന് നമുക്ക് മോര് ചേർത്ത് കൊടുക്കാം. ഈ പുളിശ്ശേരി ആകുമ്പോഴത്തേക്ക് കുറച്ച് മധുരം നന്നായിട്ട് കുറയാണ്. ഇതിനകത്ത് കൂടുതലായിട്ട് വേണ്ടത് നമുക്ക് അത് മോരിൻ്റെ പുളിയും ഉപ്പുമാണ്. അപ്പം നേരത്തെ നോക്കിയപ്പോൾ മാമ്പഴക്കറിക്ക് പരുവത്തിന് കറക്റ്റായിരുന്നു ഉപ്പ്. അപ്പോൾ ഇതിനകത്തോട്ടേക്ക് ഇപ്പോൾ പുളിച്ച മോര് ചേർത്ത് കൊടുത്തതുകൊണ്ട് ഉപ്പ് പരുവത്തിനല്ല, അതുകൊണ്ട് ഒരല്പം ഉപ്പ് കൂടെ ഞാൻ ചേർക്കുകയാണ്. ഇത്ര
കുറച്ചും കൂടെ മോര് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ, നോക്കൂ, ഇത് മാമ്പഴക്കറി, ഇത് മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ ഇത് ഇങ്ങനെയാണ് പുളിശ്ശേരി ഉണ്ടാക്കുന്ന മെത്തേഡ്. നമ്മൾ ഈ ഒറ്റ വെടിക്ക് 2 പക്ഷി എന്നുള്ള രീതി ഞാൻ കാണിച്ചതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ വീഡിയോയ്ക്കകത്തോടെ പുളിശ്ശേരിയെക്കുറിച്ചും കൂടെ ഞാൻ കാണിച്ചേക്കാമെന്ന് ഓർത്തു. സത്യം പറഞ്ഞാൽ മാമ്പഴക്കറി ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിനകത്ത് ചെയ്യുമ്പോഴത്തേക്ക് മോര് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വെച്ച് ചൂടാക്കണം. ഇപ്പം നിങ്ങൾ ഇത് ഇപ്പോൾ പുളിശ്ശേരി വെക്കുന്നുണ്ടെന്നുണ്ട്, ഇതിപ്പോൾ നല്ല ചൂടുണ്ട്, കൈ പൊള്ളിയിട്ട് വേനിക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴോട്ട് വെക്കട്ടെ. ഇപ്പം അടുത്തത്, ഇനി നമ്മുടെ മാമ്പഴക്കറി റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തോട്ടേക്ക് നമ്മൾ മാമ്പഴക്കറിക്ക് ഇനി ലാസ്റ്റ് ഫൈനൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് പഞ്ചസാര, ഒരല്പം പഞ്ചസാര എടുത്ത് കൊടുക്കുക. 1.5 ടീസ്പൂണോ അല്ലെങ്കിൽ 2 ടീസ്പൂണോ, ഞാനിപ്പോൾ 1.5 എടുത്തിട്ടുള്ളൂ, കാരണം ഓൾറെഡി മധുരമുണ്ട്. ഒന്നുകൂടെ ടേസ്റ്റ് നോക്കാം ഇപ്പം എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പം നല്ല അടിപൊളി പഴുത്ത മാങ്ങയുടെ പഴുത്ത മാമ്പഴക്കറി റെഡി. അപ്പം എല്ലാവരും ഇത് ഈ മോഡൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ.